എല്ലാവർക്കും നമസ്കാരം. മൊത്തത്തിൽ പ്രശ്നമാണ്. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ, കേസ്, ബഹളം, സൈബർ സെല്ല്, അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അവസ്ഥയാണ്. ഞാനിത് പറയുന്നത് എന്താണെന്നറിയോ? ഓപ്പോസിറ്റ് ഇപ്പോൾ അതായത് ബിഷപ്പിൻ്റെ ഭാഗത്ത് കുറേയൊക്കെ ശരിയാണെന്ന് തോന്നിയിട്ട് ബിഷപ്പിൻ്റെ തെറി പറഞ്ഞവരെ അല്ലെങ്കിൽ മോശം പറഞ്ഞവരെ എതിർത്തുകൊണ്ട് സംസാരിച്ചവരൊക്കെ ഇപ്പം കൊള്ളരുതാത്ത വ്ളോഗേഴ്സാണല്ലോ. അവരെല്ലാവരും മോശക്കാരാണ്, ബിഷപ്പിനെ എന്താ പറയുക, ഇപ്പോൾ സൈബർ ബുള്ളിങ് ചെയ്യുന്ന വ്ളോഗർമാരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവരുടെ എല്ലാം വായടപ്പിക്കാൻ വേണ്ടി കേസുകളുടെ പ്രവാഹമാണ്. പലരുടെയും പേരുകളിൽ ബിഷപ്പ് കേസ് കൊടുത്തു, പലരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി അവർക്ക് എന്തു ആവാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിച്ചുവിൻ്റെ പേര് നാറ്റിക്കാൻ വേണ്ടി കിച്ചു പണ്ട് സുധീനെ അടിച്ചെന്നോ, സുധീനെ കഴുത്തിന് പിടിച്ചെന്നോ, സുധീരെ കണ്ണെല്ലാം കൂടെ പുറത്തേക്ക് വന്നെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു നരേഷൻ വരുന്നുണ്ട്. അതിനകത്ത് തെളിവൊന്നും വെച്ചിട്ടില്ല. ഏതൊരു സ്ത്രീ ഒരു ചാനലിനകത്തിരുന്ന് പറയുന്നുണ്ട്. അതിനെ നമ്മുടെ അനീഷ് വ്ളോഗും അതുപോലെ വിഷ്ണു വാക്ക് വിത്ത് വിഷ്ണു, ഈ രണ്ട് ചാനലും കൂടി എടുത്തിട്ട് അങ്ങോട്ട് ആഘോഷിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ പ്രതികരിക്കുന്നവരോടെല്ലാം വായടപ്പിച്ചിട്ട് കിച്ചു ഒന്നും പറയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ കളിക്കുന്നതാണോ? അല്ല, അവൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആരെക്കുറിച്ചും ഒന്നും ഒരു അനാവശ്യം പറയുന്നില്ല. നിങ്ങൾ തന്നെയാണ് പല പല കഥകൾ ഉണ്ടാക്കുന്നതും പല പല കഥകൾ വന്ന് വിളിച്ച് പറയുന്നതും. കിച്ചു സുധി അടിച്ചിട്ടാണ് അവൻ കയ്യിൽ ടാറ്റു കൊത്തി നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. 5 മാസങ്ങൾക്ക് മുൻപ് ബിഷപ്പിനെതിരെ സംസാരിച്ചവരുടെ ആ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ വ്ളോഗേഴ്സിന് എങ്ങനെയാണോ ബിഷപ്പ് ട്രീറ്റ് ചെയ്തത്, അതേപോലെയാണ് ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ബിഷപ്പ് ട്രീറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് കണ്ടു. ആ ലൈവിനകത്ത് ഒരു 1.5 മണിക്കൂർ ലൈവാണ്. ലൈവ് കഴിഞ്ഞിട്ട് ഞാനത് കാണുന്നത്. ഒരു 1.5 മണിക്കൂർ ലൈവിനകത്ത് ആദ്യം മുതൽ അവസാനം വരെയും ബിഷപ്പ് അവിടെ ആക്റ്റീവാണ്. എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പള്ളിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിൽ ബിഷപ്പുമാർ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണോ? അവരിങ്ങനെ യൂട്യൂബ് ചാനലുകളിൽ പോയിട്ട് ഓരോരോ വീഡിയോകളുടെ താഴെ ഇങ്ങനെ കമൻറ്റുകളിട്ട് എൻകറേജ് ചെയ്യാറുണ്ടോ? ഇതേ ബിഷപ്പ് പണ്ട് പറയാറുണ്ടായിരുന്നു, എനിക്ക് കമൻറ്റ് ചെയ്യാൻ ഒരു അധികാരമില്ല, ഒരു അവകാശമില്ലേ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. ഇപ്പോൾ ബിഷപ്പിനെ ആരും തടയുന്നില്ല. പക്ഷേ ഇതേ കാര്യം തന്നെയല്ലേ ബിഷപ്പ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്? പണ്ട് മറ്റൊരു കൂട്ടം യൂട്യൂബേഴ്സിന് ബിഷപ്പ് പല കാര്യങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇന്ന് അത് മാറിയിട്ട് വേറൊരു കൂട്ടം ആൾക്കാർക്ക്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ബിഷപ്പ് ചെയ്യുന്നതെല്ലാം ഒരേപോലെ തന്നെയാണ്. അന്ന് അവരെ എതിർത്തിരുന്നപ്പോൾ അവരെ വിമർശിച്ചിരുന്ന യൂട്യൂബേഴ്സിന് എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇന്ന് അവരെ സപ്പോർട്ട് ചെയ്തപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് എന്തൊക്കെയോ അയച്ചു കൊടുക്കുന്നു, എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു. അല്ല, നിങ്ങൾക്കൊക്കെ കിച്ചുവിനോട് എന്താ എത്ര വൈരാഗ്യം? എനിക്കതാ മനസ്സിലാവാത്തത്. നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ സപ്പോർട്ട് ചെയ്യേണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു കോൺട്രവേഴ്സിയിലും വന്ന് തല വയ്ക്കാത്ത കിച്ചുവിനോട് നിങ്ങൾക്ക് എന്താ എത്ര ദേഷ്യം? എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അവൻ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യുന്നതാണോ? എന്തായാലും രേഷ്മ പി തങ്കച്ചൻ ഇപ്പോൾ ഇതിനകത്തൊന്നും ഭാഗമല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അവരവരുടെ കാര്യം നോക്കി സോഷ്യൽ മീഡിയ പോലും അവരങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല, കാണാറില്ല. ഇന്നലെ എന്തോ ഒരു റീല് കണ്ടു, അവർ ഒരു ഭക്തിഗാനം പാടുന്ന റീല് കണ്ടു. അതല്ലാണ്ട് വേറെ ഒന്നും അവർ സംസാരിക്കുന്നില്ല. പിന്നെ ആർക്കാണ് ഇത്ര ചൊറിച്ചിൽ കിച്ചുവിനെതിരെ സംസാരിക്കാൻ? ആഞ്ഞങ്ങ് വീശാണ്. അവനങ്ങ് നശിപ്പിക്കണം. ഇനി എന്താ, അവൻ എന്തെങ്കിലും കെട്ടി തൂങ്ങി നിന്നാലേ നിങ്ങൾക്ക് സമാധാനം ആവുള്ളൂ. എന്തായാലും ഒരുപാട് പേര്, എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇൻബോക്സിലും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, കിച്ചുവിൻ്റെ അപ്ഡേഷൻ എന്താണ്, കിച്ചുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ, അവനെക്കുറിച്ചൊന്നും അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം, കിച്ചുവിൻ്റെ ഒരു കാര്യങ്ങളും എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നില്ല. കാരണം കിച്ചുവുമായിട്ട് ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവനിപ്പോൾ താടിയും പൊട്ടും എന്ന് പറയുന്ന ചാനലിൽ ആ ഒരു ഫാമിലിയുമായിട്ട് മിങ്കിൾ ചെയ്ത് അവൻ്റെ കാര്യങ്ങളോട്ട് മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്കെന്തോ യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവരുടെ വീഡിയോകളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അതല്ലാണ്ട് വേറൊരു കാര്യവും കിച്ചുവിനെ കുറിച്ച് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ 2 ദിവസം കൊണ്ട് കാണുന്നൊരു കാഴ്ചയാണ്, കിച്ചുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര ഒരു ആക്രമണം, ഒരു ക്യാമ്പയിനിങ് പോലെ. ഒരാൾ അവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നു, അതിനടുത്ത് വെച്ച് അടുത്ത ആൾ ചെയ്യുന്നു, ഇപ്പുറത്തെ ആൾ വീണ്ടും പറയുന്നു. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് അനീഷിനോട് വിഷ്ണുവോട് ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ എല്ലാം തികഞ്ഞ ആൾക്കാരാണോ? നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു തെറ്റും ചെയ്യാതെയാണോ ഇവിടം വരെ എത്തിയത്? അല്ല, എനിക്ക് അറിയാത്തത് ഞാൻ ചോദിക്കുകയാണ്. എല്ലാം തികഞ്ഞ് ഒരു മിസ്റ്റേക്കും ജീവിതത്തിൽ സംഭവിക്കാത്ത ആൾക്കാർ. എനിക്കൊക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ലൈഫിൽ. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ച് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ച് മുന്നോട്ട് വരുന്നത്. ഇവിടെ കിച്ചു സുധിയെ തല്ലിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒരാളെ തല്ലൂ. അവൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ ആ ഒരു ഏജിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, അത് ഉപയോഗിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, അച്ഛൻ്റെ കാര്യത്തിൽ അവന് കുറേ റിഗ്രറ്റ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൻ്റെ ലൈവിൽ പറഞ്ഞതാണ്, അവൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒരു ചെറുക്കൻ്റെ, അവനിപ്പം വളരെ മര്യാദയ്ക്ക് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് വളരെ മര്യാദയ്ക്ക് അവൻ്റെ കാര്യങ്ങളുമായിട്ട് അവൻ മുന്നോട്ട് പോവുകയാണ്. നാളെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ വിമർശിക്കാം. അല്ലാണ്ട് നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വ്ളോഗേഴ്സ് അല്ലേ? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക. അല്ലാണ്ട് പഴയ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് പിന്നെയും അലക്കി ഒരാളുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? അറ്റ് പ്രസൻറ്റ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ മൊമെൻറ്റിൽ എന്ത് ചെയ്യുന്നു, ആ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. പല ആൾക്കാരുടെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താണ്? ശരിക്കും ഷെയിം തോന്നുകയാണ്. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് അവൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് അവനങ്ങ് അലക്കുകയാണ്. അവൻ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അവൻ്റെ ചെറുപ്പത്തിൽ അവൻ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് അവൻ എന്താണ്? ഇന്ന് അവൻ മാന്യമായിട്ട് അവൻ്റെ കാര്യങ്ങൾ നോക്കി അവൻ ജീവിക്കുന്നുണ്ട്. അവനങ്ങ് വെറുതെ വിട്. നിങ്ങൾ ഇങ്ങനെ പറയുന്നതാണ് ഇന്ന്
രേഷ്മാ പി തങ്കച്ചനെ ഹെയ്റ്റ് കൂടാനുള്ള കാരണം. നിങ്ങൾ എത്രമാത്രം കിച്ചണിൽ ചവിട്ടി താഴ്ത്താൻ നോക്കുമോ അത്രമാത്രം ചീത്ത കേൾക്കുന്നത് അവരായിരിക്കും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവരും ബിഷപ്പും ആയിരിക്കും കേൾക്കുന്നത്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ബിഷപ്പിന് ആരെ എന്തും പറയാം, ബിഷപ്പിനെ ആരും ഒന്നും പറയാൻ പാടില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ബിഷപ്പിന് എന്തും പറയാം, ബിഷപ്പിന്റെ ആളുകൾക്കും എന്തും പറയാം. പക്ഷെ മറ്റുള്ളവർ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കേസ് കൊടുക്കും. കേസ് കൊടുത്ത് വാടപ്പിക്കും. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. എന്തായാലും ഞാനതൊന്ന് സൂചിപ്പിച്ച് പോയെന്നുള്ളൂ. എന്തായാലും കിച്ചുനെ വെറുതെ വിട്. എന്തൊരു റിക്വസ്റ്റ് ആണ്, കിച്ചുനെ വെറുതെ വിട്ടേക്ക്. എന്തിനാണ്? അവൻ്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നമ്മുടെ രാജ് ടോക്സ് രാജേട്ടൻ്റെ ചാനലിൽ 1-2 വീഡിയോകൾ വരുന്നുണ്ട്. അതായത് ബിന്ദു ഹരേകൃഷ്ണ എന്ന് പറഞ്ഞ ലേഡി, അവര് എന്തോ ചാത്തൻ സേവയോ വിഷ്ണുമായ ഭക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു ഓഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അത് രാജേട്ടൻ ഷെയർ ചെയ്തു. അങ്ങനെ കുറേ അധികം ആൾക്കാരോട് റിയാക്ട് ചെയ്തു. ഞാനത് എടുത്തില്ല. ഈ ഒരു വീഡിയോ, ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ ബിന്ദു ഹരേകൃഷ്ണ എന്ന് പറയുന്ന ലേഡി സുരേന്ദ്രൻ എന്ന് പറയുന്ന മറ്റൊരു ആളുമായിട്ട്, ഒരു യൂട്യൂബറാണ്, അദ്ദേഹവുമായിട്ട് നടത്തിയ ഒരു കോൺവെർസേഷൻ അത് ലീക്കായിട്ടുണ്ടായിരുന്നു. ആ കോൺവെർസേഷനിൽ ഈ രാജേട്ടൻ അവരെ എന്തോ ഹോട്ടലിലേക്ക് വിളിച്ചെന്നോ, എനിക്ക് മനസ്സിലാവാത്ത കാര്യം, രാജേട്ടൻ ഇത്രയ്ക്ക് ദാരിദ്ര്യമാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കാനുള്ളൊരു ദാരിദ്ര്യമൊന്നും പുള്ളിക്കാരനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വീഡിയോ ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഞാൻ കുറച്ച് തിരക്കുകളാണ്. അതിനിടയിൽ കൂടിയാണ് ഈ പറയുന്ന കുമളി ബസ് കണ്ടക്ടറുടെ ആ വിഷയം 2 ദിവസമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം ശരിക്കും പറഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്തില്ല. അതാണ് സത്യം. ഇന്നും ഇങ്ങനെ രാജേട്ടൻ പറയുന്നത് കേട്ടു, യൂട്യൂബേഴ്സ് ആരും അത് സംസാരിച്ചില്ല, ഞാനൊരു തെറ്റും ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഇതുവരെയും കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹം ഈ ഒരു ഫീൽഡിലുണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിലുണ്ട്. അപ്പോൾ എന്നിട്ടും എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ പോലും ഒരു വീഡിയോ ചെയ്ത് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. രാജേട്ടനോടൊരു സോറി ആദ്യമേ പറയുവാണ്. ശരിക്കും ആ വിഷയം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് മാത്രമല്ല, കുറച്ച് തിരക്കുകളിലൂടെ പോകുന്ന ടൈമായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് അതും കൂടെ കേട്ടപ്പോഴേ ഞാൻ ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ആ വിഷയത്തിൽ ശരിക്കും രാജേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ആണായിട്ട് പറയുന്നു. മാത്രമല്ല, അദ്ദേഹം ഇതിൻ്റെ പേരിൽ കംപ്ലയിൻറ്റുമായിട്ട് പോയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പുറത്ത് ബിന്ദു ഹരികൃഷ്ണൻ എന്ന് പറയുന്നു, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ കോമഡി, ഒരാണ് പെണ്ണിനെ സപ്പോർട്ട് ചെയ്താൽ ഉടനെ അവരെഴുതുന്ന ഒരു പിക്ചറാണ് അവളുടെ എന്തോ മറ്റവനാണ്, തിരിച്ച് പെണ്ണാണിനെ സപ്പോർട്ട് ചെയ്താൽ അവൾ അവൻ്റെ മറ്റവളാണ്. ഇതാണ് അവരുടെ നരേഷൻ. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, ഈ ബിന്ദു ഹരികൃഷ്ണനോട്, നിങ്ങൾ ഈ വിളിച്ച് സംസാരിച്ച സുരേന്ദ്രൻ നിങ്ങളുടെ ആരാണ്? അതിനെന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും ആണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരല്പം എന്താ പറയുക, വിവരമാവാം. ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരെ കുറിച്ച് അനാവശ്യം പടച്ചിറക്കുമ്പോൾ ഒരല്പം വിവരമാവാം. ഓക്കെ, അതില്ലാന്ന് മനസ്സിലായി, ഇല്ലയെന്ന് അറിയാം, എന്നാലും പറഞ്ഞെന്ന് മാത്രം. ഇനി നിങ്ങൾ നാളെ കൊണ്ട് കേസ് കൊടുക്കുമായിരിക്കും, കൊണ്ടുകൊടുത്തോ, ഒരു കുഴപ്പമില്ല. ഞാൻ നിങ്ങളുടെ ഫോട്ടോയും വെക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ ഒരു ഡീറ്റെയിലും വെക്കാൻ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് അറിയാൻ ചെയ്യാം. ഇവിടെ രാജേട്ടൻ്റെ മൊബൈലിൽ നിന്ന് ഇവർക്കൊരു മെസ്സേജ് പോയെന്നാണ് ഇവർ പറയുന്നത്. രാജേട്ടൻ പറയുന്നു, അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ അയച്ചിട്ടില്ല. എന്തായാലും കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ എന്തെങ്കിലും സ്ത്രീകളോട് മോശപ്പെട്ട് പെരുമാറുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഇതിനോട് അകം തന്നെ പുറത്ത് വന്നിട്ടുണ്ടാവും. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നാളെ ഞാനൊരു സ്ത്രീക്ക് ഒരു മെസ്സേജ് അയച്ചു, ഒരു ഹായ് അയച്ചിട്ട് ആ ഹായ്ക്ക് അവർ റെസ്പോണ്ട് ചെയ്തില്ല, വീണ്ടും ഞാൻ ഹായ് അയച്ചിട്ട് 10 ഹായ് അങ്ങോട്ട് അയച്ചപ്പോൾ അവർക്കൊരു ശല്യമായിട്ട് തോന്നിയാൽ അവർ ആ സ്ക്രീൻഷോട്ട് വേറെ ഏതെങ്കിലും റിയാക്ഷനുള്ള അവർക്ക് അയച്ചു കൊടുക്കും. ദേവിനെ കൊണ്ട് ഇങ്ങനെ എനിക്ക് ശല്യമാണ്, ഉറപ്പായിട്ടും ആരെങ്കിലും എടുത്ത് പുറത്തിടുകയും ചെയ്യും, ഇവൻ മറ്റേ സ്ത്രീ ലംബടനാണ് എന്ന് പറഞ്ഞിട്ട്. അതാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല, ആരുടെ മുന്നിലും ഒരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തെറ്റ് സംഭവിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എക്സ്പോസ്ഡ് ആയിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇദ്ദേഹം ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല. ഇനി ബിന്ദു ഹരികൃഷ്ണൻ ആരാണ്? നമ്മുടെ രേഷ്മേനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തികളിൽ ഒരാൾ, ഒരു കോമളം, ഒരു ബിന്ദു, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അതിൽ ഈ ബിന്ദുവിൻ്റെയൊക്കെ ഒരു അജണ്ട എന്ന് പറയുന്നത്, ഈ പറയുന്ന ആരെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രേഷ്മ പി തങ്കച്ചൻ്റെ വീഡിയോ ആരും ചെയ്യുന്നില്ല. അവരെങ്ങനെയെങ്കിലും അവരുടെ അസുഖം ഭേദമായിട്ട് വന്നാൽ മതി എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആരും അവസാനിച്ച് കാണണമെന്ന് ഒരു മനുഷ്യനും ചിന്തിക്കില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരാളും ചിന്തിക്കില്ല. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ നിന്നുകൊണ്ട് അവർക്ക് ഹെയ്റ്റ് ഉണ്ടായി കൊടുക്കാൻ കുറേ അധികം ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ആർക്കും ആരെയും സപ്പോർട്ട് ചെയ്യാം. പക്ഷേ മറ്റൊരാളെ വിമർശിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റൊരാളെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന വ്യാജേന, ഞാൻ അവരുടെ സപ്പോർട്ടറാണ് എന്നാൽ അവൻ കൊള്ളില്ല കേട്ടോ എന്ന് പറയുന്ന കുറേ ടീമുകളുണ്ട്. ഞാൻ ഇവരുടെ സപ്പോർട്ടറാണ് പക്ഷേ അവൻ കൊള്ളില്ല. എന്തിനാണ്? അവരെ സപ്പോർട്ടറാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തോളൂ. എല്ലാവരും ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ അസുഖം എത്രയും വേഗം ഭേദമാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം സപ്പോർട്ടേഴ്സാണ് ഇപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ഉണ്ടായി കൊടുക്കുന്നത്. അപ്പോൾ ഈ ബിന്ദു ഹരികൃഷ്ണൻ്റെ കേസ് എന്ന് പറയുന്നത്, ഒരു ലേഡിയാണ് അവർക്ക് മെസ്സേജ് അയച്ചതും അവരുമായിട്ട് കോൺടാക്ട് ചെയ്തത്. ആ ലേഡി തന്നെയാണ് ഇവരുടെ മറ്റേ ഒരു അട്ടഹസിച്ച് ചിരിക്കുന്ന ഒരു വോയിസ് ഒക്കെ ആർക്കും അയച്ചു കൊടുത്തത്. ആർക്കും അയച്ചു കൊടുത്തെന്ന് എനിക്കറിയില്ല. ആർക്കും അയച്ചു കൊടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ആ ലേഡി തന്നെയാണ് ഇവരെ കോൺടാക്ട് ചെയ്തത്. എന്തായാലും രാജേട്ടൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ ഈ ഒരു ലേഡിയുടെ കോൺവെർസേഷൻ അത് നമുക്കൊന്ന് കേൾക്കാം. ആവർത്തിച്ച് പറഞ്ഞല്ലോ, ആ കക്ഷി അതാണാണോ പെണ്ണാണോ എന്ന് ഞാൻ ചാറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പെണ്ണായിരുന്നു എന്നുള്ളതാണ്. ആ കക്ഷി
ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഇന്റർനാഷണൽ കോൾ വരുന്നുണ്ട്, ഞാൻ എടുത്തില്ല. ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ അടുത്ത പണി ഏതാണെന്ന് പറഞ്ഞാൽ ഞാനിത് 3 കൂടെ ഞാനിത് ബ്ലോക്ക് ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൂഫുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഫേസ്ബുക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ സിന്ധു പക്ഷേ ഈ ബിന്ദു ഈ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, ഈ നമ്പർ വെച്ചിട്ട് സാധനം. അപ്പോഴാണ് കർത്താവേ അവരായിരുന്നു എന്നെ വിളിച്ചത് എന്ന് വിചാരിച്ചു. ഞാൻ ഇതിന്റെ ബ്ലോക്ക് മാറ്റി പിന്നെ എന്നെ വിളിച്ചില്ല. പക്ഷേ ഇന്നലെ രാത്രി അവർ വീണ്ടും പറഞ്ഞു. പക്ഷേ അവർ സത്യം വളരെ സ്വന്തമായിട്ട് സ്ത്രീ ആയിട്ടാണ്. സ്ത്രീ പെണ്ണാണ്. ബിന്ദു തന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഈ തന്നെ വിളിച്ചിട്ട് തന്നെ താങ്കളുമായി ചാറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആണല്ല പെണ്ണ്. അതിന്റെ അവരെന്നെ വിളിച്ചു. ഞാൻ ആദ്യം പിന്നീട് റെക്കോർഡ് ചെയ്യണം. പക്ഷേ എന്റെ നിരപരാധം തെളിയുന്നത് അതിനൊരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ വെച്ച് തരാം. ശ്രീതു മനസ്സിലാക്കുക, സുരേന്ദ്രൻ എന്നെ പറ്റിച്ച് മനസ്സിലാക്കാം, പിന്നെ ബിന്ദുവിനെ അറിയാം. ബിന്ദു ഇത് അറിഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്. നിങ്ങൾ രണ്ടുപേരെ പറ്റിച്ച് എന്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ബിന്ദുവിന് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. ഇതിനകത്ത് ശ്രീതുവിന്റെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ശ്രീതു ഈ ചാറ്റും അല്ലെങ്കിൽ ഈ ഒരു കോൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം ശ്രീതുവിന്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയ്ക്കകത്ത് ഈ ചാറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീതു അത് ഇവർക്ക് കൊടുക്കാൻ തയ്യാറായില്ല. രാജ് ടോക്സിന് രാജേട്ടന് കൊടുക്കാൻ തയ്യാറായില്ല. അതിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്ത കൂട്ടത്തിൽ ശ്രീതുവിന്റെ പേരും കൂടെ വെച്ചെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ കേട്ടത് അങ്ങനെയാണ്. എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നവർ, ആ വീഡിയോ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് തിരുത്തുക. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. രാജേട്ടൻ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ്, ആ ഒരു ഡോക്യുമെന്റ് കിട്ടാൻ വേണ്ടിയുള്ള കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയേക്കാം. ഇത് വിടില്ല ബിന്ദു, ഞാൻ അറ്റം വരെ പോകും. നീ ചൂസ് ചെയ്ത ആൾ മാറിപ്പോയി എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ഒരു സാധനം വെക്കാനുള്ളതാണ്. കൃഷ്ണ ഹെർബൽ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ ഞാൻ വെറുതെ ഇവരെ ഒന്ന് ഇത് ചാത്തൻ സേവയ്ക്ക് അത്ര ഇവര് ഇത്ര ഇത് പബ്ലിക് ആയി, ഇത് ഇനിയെങ്കിലും ഇതൊന്നും നിർത്തട്ടെ. ഇങ്ങനെ വിളിക്കുന്ന സ്ത്രീയല്ലേ, ഇങ്ങനെ ഈ ചെയ്ത് വിളിക്കുന്നത് നിർത്തട്ടെ, നിർത്തിട്ട് പബ്ലിക് ആയിട്ടുണ്ട് എന്ന് പറയാനും പിന്നെ എനിക്ക് ആളെ മനസ്സിലായി എന്ന് പറയാനും ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ ഇവരുടെ ബിസിനസ് അക്കൗണ്ടിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ആ പേജിൽ നിന്ന് ഇതിനകത്തുനിന്ന് ജസ്റ്റ് ഇവർക്ക് മെസ്സേജ് അയച്ചു, ഹായ് ചേച്ചി ചാത്തൻ സേവയ്ക്ക് എത്രയാണ് റേറ്റ് കളിയാക്കിയ ഒരു മെസ്സേജ് അയച്ചു. ഇവർ അന്നേരം എന്നെ നേരെ വാട്സാപ്പിൽ കോൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ എടുത്തില്ല. ഞാൻ ചേച്ചി ചാത്തൻ സേവയെന്ന് കളിയാക്കാനുള്ള സാധനമല്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം. ചാത്തൻ സേവൻ അങ്ങനെ കളിയാക്കാൻ പാടില്ല. വിശ്വാസമുള്ളവർ വിശ്വസിക്കട്ടെ. ഓക്കെ, ബാക്കിയേക്കാം. നമ്മൾ ഈ നിമിഷം വരെ നേരിട്ട് സംസാരിച്ചിട്ട് അല്ല, പിന്നെ അപ്പോഴേ ഈ നമ്പറിൽ സ്കൈപ്പിൽ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവരൊരു സ്ക്രീൻഷോട്ട് അതെന്താണെന്ന് എനിക്ക് അറിയില്ല. അവരെന്താ ഈ സ്കൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ നമ്പറിൽ താങ്കൾ അവരെ വിളിച്ചോ? ഇല്ല, വിളിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ ഈ നമ്പർ അവർക്ക് കിട്ടിയത്? അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ബിസിനസ് അക്കൗണ്ടിൽ നമ്മൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഡയറക്റ്റ് വാട്സാപ്പിലോട്ടാണ് പോകുന്നത്. അവരുടെ വാട്സാപ്പിലോട്ടാണ്. അത് വാട്സാപ്പ് ഇൻക്വയറി ആയിട്ടാണ് അവരുടെ ആ ഒരു കൃഷ്ണ ഹെർബൽ പ്രൊഡക്ട്സ് അങ്ങനെയാണ് അവരുടെ ഇതിന്റെ പേര്, ബിസിനസ്. അതായത് അവർക്ക് നമ്മൾ ഇതുവഴി ചെയ്യുമ്പോൾ നേരെ വാട്സാപ്പിലോട്ടാണ് പോകുന്നത് അല്ലേ? ഓക്കെ. കാരണം നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്ന വാട്സാപ്പ് ത്രൂ ആണ് അവർ. മനസ്സിലായി. അപ്പൊ അല്ലാതെ എനിക്ക് അവരുടെ ഞാൻ ഷബീന ബീബിയുടെ ഇതിന് എനിക്ക് നമ്പറായി അറിയത്തില്ല. ഞാൻ ഷബീന ബീബിക്ക് ഈ ഇത് കൊടുക്കുമ്പോൾ, എന്താ സ്ക്രീൻ റെക്കോർഡ് കൊടുക്കുമ്പോൾ എനിക്ക് ഇവർ ആരാണോ ഇവരുടെ നമ്പറോ ഫോട്ടോയോ ഒക്കെ അത് കഴിഞ്ഞിട്ട് ഷബീന ബീബി ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരെ സത്യം പറഞ്ഞാൽ നോക്കുന്നത്, ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. എന്നിട്ട് ഞാനിപ്പോ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്, ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പബ്ലിക് ആണ്, അതൊരു ബിസിനസ് അക്കൗണ്ടാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ഇൻക്വയറി ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇവരുടെ ബിസിനസ് വാട്സാപ്പിലോട്ട് കൊണ്ടാണ് അത് പോകുന്നത്. ഇവർ തന്നെ പറയുന്നുണ്ട് എന്റെ ബിസിനസ് വാട്സാപ്പ് നമ്പറാണ് അപ്പൊ പറഞ്ഞ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ അതിന് ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞു, ഇവരുടെ വിചാരം ഞാൻ ഒരാണാണെന്നാണ്. ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ കോൾ എടുക്കടി, കോൾ എടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ ശാപം അങ്ങനെയാണ് കുറെ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് എന്റെ ധൈര്യം കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇത് ലീഗലായിട്ട് പോകണമെങ്കിൽ ഞാൻ ലീഗലായിട്ട് പോകും. എനിവേ യു ആർ എക്സ്പോസ്ഡ്, ഐ ഗോ ടു യു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ സംസാരിച്ചിട്ടില്ല, ജസ്റ്റ് ഈ മെസ്സേജ് അയച്ചു. ഈ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇവരെ ബ്ലോക്ക് ചെയ്ത് ഞാൻ എന്റെ പരിപാടിക്ക് പോകും. കാരണം ഇതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെയാണ് അത് ഇങ്ങോട്ട് വീണ്ടും ഈ ഇത് കൂടെ വന്ന ഈ ചാത്തച്ചവയുടെ കാര്യം പറഞ്ഞ് മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ തുറന്ന് ഞാൻ എന്തെങ്കിലും കേൾക്കും, ഇവരോട് മര്യാദയ്ക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ ഇവര് അറ്റ്ലീസ്റ്റ് ഇവരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെ ഇങ്ങനെ ഓരോരുത്തർ വോയിസ് മെസ്സേജ്. ഇന്നലെയാണ് ഞാൻ ചുമ്മാ നോക്കി വന്നു കഴിഞ്ഞപ്പോൾ ബിന്ദു എന്നുള്ള പേര് കണ്ടിട്ടാണ് മിനിഞ്ഞാന്ന് ചേട്ടന്റെ ഒരു വീഡിയോ കാണും. അപ്പൊ ഞാൻ ചേട്ടനെ വെറുതെ ഇതിനകത്ത് അക്യൂസ് ചെയ്തിട്ടേക്കുവാണ്. എനിക്കറിയാം, ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തു. ഈ ഒരു കാര്യം ചാത്തൻ സേവയുടെ റേറ്റ് എന്നുള്ളത് ഞാൻ ചോദിച്ചു. ഇത്ര സംഭവങ്ങൾ നടന്നു എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ചേട്ടന്റെ വീഡിയോയുടെ അടിയിൽ, യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ചേട്ടൻ കണ്ടതാണ് അത്. ഞാൻ കുറച്ച് കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. ഇതല്ല ഞാനത്. അപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്കിലെ ഐഡിയുടെ പേര് രേവിത മനോജ് എന്നായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് അന്ന് തന്നെ ഞാൻ മെസ്സേജ് അയച്ചു, ഈ പുള്ളിക്കാർക്ക് മനസ്സിലാവും, അറ്റ്ലീസ്റ്റ് ഇത് ഈ പുള്ളി അല്ല, ചേട്ടൻ അല്ല എന്നുള്ളത് മനസ്സിലാവും വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ അതിനകത്ത് വന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ കമന്റ് അറ്റ്ലീസ്റ്റ് അവിടെ ചേട്ടന്റെ വ്യൂവേഴ്സിനെങ്കിലും മനസ്സിലാവും. ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ അറിയാമോ? എനിക്ക് ഷഫീന ഈ ഒരു സാധനം വരുന്നുള്ളൂ. ഞാനത് പ്രതികരിക്കാൻ കാരണം അതിനകത്ത് ചാത്തൻ സേവയും കൊച്ചൊക്കെ മരിച്ചോണ്ട് പോകുന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രതികരിച്ചത്. ഇതാണ് അവർ പറയുന്ന ഓഡിയോ. അത് ആ സ്ത്രീ തന്നെയാണ് ഈ മെസ്സേജ് അയച്ചതെന്നാണ് അവർ കൺഫ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ബിന്ദുവിന് അത് സമ്മതിക്കാൻ പറ്റില്ല. ബിന്ദു പറഞ്ഞില്ല, എനിക്ക് മെസ്സേജ് അയച്ചത് ആണ് തന്നെയാണ്. അത് ഞാനങ്ങ് ഉറപ്പിച്ചു. എങ്ങനെ ഉറപ്പിക്കുന്നു ഈ മെസ്സേജ് വന്നത് ആണിൻ്റെ ആണെന്നുള്ളത്? പെണ്ണ് തന്നെ പറയുന്നു ഞാനാണ് അയച്ചെന്ന് പറയുന്നു. എനിക്ക് വേറൊരു സംശയം, നിങ്ങൾക്കൊക്കെ മാത്രമേ ഈ ദൈവമുള്ളൂ? നിങ്ങൾക്കൊക്കെ മാത്രമേ കർമ്മയുള്ളൂ? അല്ല, ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർക്കും തെറ്റിനെതിരെ സംസാരിക്കുന്നവർക്കും കർമ്മ അടിക്കും, നിങ്ങൾക്ക് ദൈവം ചോദിക്കും, നീയൊക്കെ നശിച്ചു പോകും, നീയൊക്കെ മുടിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ ഈ ദൈവം വൺ സൈഡ് ആണോ? അല്ല, ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ കേൾക്കത്തുള്ളൂ. നിങ്ങൾ കുത്തക എടുത്തേക്കാണോ ദൈവത്തിൻ്റെ? നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തോ, സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരുടെയും പ്രാർത്ഥന അവർക്കുണ്ട്. അവർക്ക് എന്ന് അസുഖം റിവീൽ ചെയ്തോ അന്ന് അവരെ സംബന്ധിക്കുന്ന വീഡിയോ നിർത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 1.5 മാസമായിട്ട് ആ വ്യക്തിയുടെ വിഷയം എടുക്കാറില്ല, ചെയ്യാറില്ല. പിന്നെ ആ പറയുന്ന ബില്ലിൻ്റെ കാര്യം വന്നപ്പം ആ കോൺട്രവേഴ്സി അവസാനിപ്പിക്കാൻ വേണ്ടി
ഈ പറയുന്ന മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇൻ ഹൗസ് ഡ്രഗ് ബാങ്കിൽ പോയിട്ട് ആ കാര്യം അറിഞ്ഞു, സത്യമാണെന്ന് മനസ്സിലായി, അതും വന്ന് പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞതിന് എന്താ മറുപടി കിട്ടിയത്? ആ ഒരു റീച്ചിന് വേണ്ടി, എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടിയാണ് ആ സത്യം പുറത്തു പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരോട് എന്ത് പറയാനാണ്? വിവരദോഷികളെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഒരാൾ പറഞ്ഞു കേട്ടു, ഞാൻ നാളെ അങ്ങോട്ട് പോകാനിരുന്നായിരുന്നു. അല്ല, കൂട്ടുകാരുടെ ഒരു ചോദ്യം, സ്വന്തം കൂട്ടുകാരി പറഞ്ഞത് കള്ളമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുന്നത്? ആ വ്യക്തിയുടെ കൂട്ടുകാരി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നാളെ അവിടെ പോയി അന്വേഷിക്കാൻ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ദേവും മനുവും പോയിട്ട് അത് അന്വേഷിച്ചിട്ട് വന്നു അവർ അപ്രീഷിയേറ്റ് ചെയ്യണു എന്ന് പറഞ്ഞ് അതേ നാവുകൊണ്ട് അടുത്ത ദിവസം പറയാം അവന്മാർ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. ഉളുപ്പുണ്ടോ, നാണമുണ്ടോ? ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. എനിവേ, അപ്പോൾ രാജേട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. രാജേട്ടൻ അല്ല ആ ഒരു ചാറ്റ് ചെയ്തതൊന്നും, ആ പറയുന്ന സ്കൈപ്പ് കോൾ എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിനറിയാം എന്ത് കോളാണെന്നുള്ളത്. ഇതൊക്കെ ചെയ്ത് രാജേട്ടൻ അല്ല എന്നുള്ള കാര്യം അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി കേസിൻ്റെ വഴിക്കൊക്കെ പോകുന്നുണ്ട്. അതെന്താ വെച്ചാൽ അവർ തന്നെ തീരുമാനമാക്കട്ടെ. ആരുടെ ഭാഗത്ത് ന്യായം, ആരുടെ ഭാഗത്ത് അന്യായം എന്നൊക്കെ പോലീസ് തീരുമാനിക്കട്ടെ. കേസും കൂട്ടമായിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അച്ചോ ബിഷപ്പിനോട്, നിങ്ങൾ ഈ ആൾക്കാരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ എല്ലാ ഭാഗത്തും ഉണ്ടാവും. അതാദ്യം മനസ്സിലാക്കുക. പണ്ടും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അച്ചോ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ അനാവശ്യമായിട്ട് ഓരോന്നും ഇട്ട് കൊടുക്കല്ലെന്ന് പറയാറുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ അത് തന്നെ ചെയ്യുന്നു, ഇന്ന് നിങ്ങൾ അത് തന്നെ ചെയ്യുന്നു. അന്ന് നിങ്ങൾ ഒരു കൂട്ടം യൂട്യൂബേഴ്സിനെ കൂട്ടുപിടിച്ചു, ഇന്ന് നിങ്ങൾ ഒരു കൂട്ടം യൂട്യൂബേഴ്സിനെ കൂട്ടുപിടിക്കുന്നു. നിങ്ങൾ മാറത്തില്ല, ജന്മം പോയാൽ മാറത്തില്ല. എന്ന് കുഴപ്പമില്ല, പോട്ടെ, ഇതിങ്ങനെ തന്നെ പോട്ടെ. എന്തായാലും ഈ വിഷയത്തിലേക്കൊന്നും, ഈ ലൂപ്പിലേക്ക് ഇറങ്ങാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഈ രാജേട്ടൻ്റെ വിഷയം വന്നുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ്, അതുപോലെ കിച്ചുവിൻ്റെ വിഷയം വന്നുകൊണ്ട് സംസാരിച്ചതാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ രാജേട്ടൻ അറിയാവുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.